എന്ന് കംപ്ലീറ്റ് ആയിട്ട് തന്നെ പറയാൻ പറ്റില്ല. കാരണം നല്ല സിനിമ ചെയ്യുക എന്നുള്ളതാണ്. ബിക്കോസ് അതിന് കണ്ടന്റ് ഇസ് കിങ്, ഡിസ്ട്രിബ്യൂഷൻ ഇസ് കിങ്ഡം എന്നുള്ളൊരു പോളിസി ഉണ്ട്. അതായത് നല്ല ഒരു കണ്ടന്റ് നമുക്ക് ചെയ്യാൻ പറ്റി, അത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇറക്കാൻ പറ്റിയാൽ നല്ല സിനിമ വിജയിക്കും എന്നുള്ളത് കുറച്ച് നാളായിട്ട് പ്രൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആനന്ദം എന്ന് പറയുന്ന സിനിമ വിനീത് ശ്രീനിവാസൻ നിർമ്മിച്ചത്, കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ, ഇതൊക്കെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെട്ടു, നല്ല ഹൈപ്പ് ഉണ്ടാക്കി, നല്ല കണ്ടൻറ്റും ഉണ്ടായിരുന്നു, അങ്ങനെ ഹിറ്റായി. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് അങ്കമാലി ഡയറീസ് എന്ന് പറയുന്ന സിനിമ. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടെ റിസ്കി എലമെൻറ്റ്സ് അതിനകത്തുണ്ടായിരുന്നു. കാരണം അതിൻ്റെ ജോണർ ഒരു ആക്ഷൻ ജോണറാണ്. അതിൽ 86 പുതുമുഖങ്ങൾ വരുന്നു. അത്യാവശ്യം കോസ്റ്റ് കൂടുതലുള്ള പടമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു നിർണായക ഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഈ സിനിമ വരുന്നു. അപ്പോൾ അത് ഹിറ്റാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ്. ലിജോയെ സംബന്ധിച്ചിടത്തോളം ഡബിൾ ബാരലിന് ശേഷം ഇറങ്ങുന്ന സിനിമയാണ്. അപ്പം ഒരുപാട് പേരുടെ ലൈഫ്, ഈ ഇത്രയും ആക്ടേഴ്സിൻ്റെ ലൈഫ്, ലിജോയുടേത്, എൻ്റെത്, അങ്ങനെ ഒരുപാട് പുട്ടിങ് ഓൾ ദ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്ന് പറയുന്ന പോലെ എല്ലാം കൂടെ ഒരു സിനിമയിൽ ഡിപ്പെൻഡഡ് ആയിരുന്നു. അപ്പോൾ ആ സിനിമ ക്ലിക്കാവുമ്പോൾ നമുക്ക് ഇരട്ടി സന്തോഷം തരുന്നൊരു ഫീലിംഗാണ്. എനിക്ക് എൻ്റെ സിനിമകളിലെല്ലാം ഞാൻ അഭിനയിച്ചിട്ടില്ല. ഫ്രൈഡേയിൽ അഭിനയിച്ചിട്ടില്ല, സക്രിയുടെ ഗർഭിണികളിൽ അഭിനയിച്ചിട്ടില്ല, അടികപ്പിയാരെ കൂട്ടമണിയിൽ അഭിനയിച്ചിട്ടില്ല. അപ്പം അതിന് പറ്റുന്നൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. ഇൻഫാക്റ്റ് മങ്കിപ്പൻ്റെ ക്യാരക്ടറും ലാസ്റ്റ് മിനിറ്റ് എന്തോ ഡെസ്റ്റിനി പോലെ ഞാൻ ചെയ്തതാണ്. ഇതേ തന്നെ പെരിച്ചായിലെ ക്യാരക്ടറും ഞാൻ ചെയ്യാം. മുദ്ദുഗോവൻ്റെ ക്യാരക്ടറാണ് ആദ്യം തൊട്ടേ ഞാൻ ചെയ്യണം എന്ന് ഡയറക്ടർ നിർബന്ധം പിടിച്ചുകൊണ്ടിരുന്ന സിനിമ. അത് ഞാൻ മാക്സിമം ഒഴിവാകാൻ നോക്കിയിട്ടുണ്ട് അതിനകത്ത്. ബിക്കോസ് അത് കുറച്ചും കൂടെ റേഞ്ചുള്ളൊരു നടൻ ചെയ്യട്ടെ. മിഥുൻ ചക്രവർത്തി ആയിരുന്നു റെഫറൻസ്. ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ഹിന്ദിയിൽ നിന്ന് മിഥുൻ ചക്രവർത്തിയെ കൊണ്ടുവരാമെന്ന് വരെ പറഞ്ഞു. പക്ഷേ ഡയറക്ടർ ആ ക്യാരക്ടറിന് വേണ്ടി ഞാൻ തന്നെ ചെയ്യണം. പക്ഷേ ദാറ്റ് ടേൺഡ് ഔട്ട് ടു ബി വൺ ഓഫ് മൈ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ്. അപ്പം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഈ സിനിമ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ലിജോ പറഞ്ഞിരുന്നു, നമുക്കിത് ഇതിനൊരു കഥയുണ്ട്. ഈ അങ്കമാലി ഡയറീസ് ഉണ്ടായ കഥ എന്ന് പറയുന്നത് ഒരു വലിയ കഥയാണ്. അതായത് നമ്മൾ വേറൊരു പ്രോജക്റ്റിൻ്റെ ഡിസ്കഷന് വേണ്ടിയിട്ട് ബാംഗ്ലൂരിൽ പോയി. അത് ഒരു ലൊക്കേഷൻ നമുക്ക് ശരിയായിട്ടില്ല. ആ പെർട്ടിക്കുലർ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അത് വിൻ്റർ ആയിരിക്കും അവിടെ. അതുകൊണ്ട് മഞ്ഞാണ്. 11:30-12 മണിയാവും ഷൂട്ടിംഗ് തുടങ്ങാൻ. നേരത്തെ തീർക്കേണ്ടി വരും. അപ്പോൾ അത് പ്രാക്ടിക്കലല്ല. ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ, അല്ലെങ്കിൽ ഒക്ടോബർ നവംബർ ഡിസംബർ പ്രാക്ടിക്കലല്ല എന്ന് പറഞ്ഞിട്ട് ഇച്ചിരി വിഷമത്തോടെ ഞാനും ലിജോയും ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ലിജോ പറഞ്ഞത്, വിജയ് എനിക്കിങ്ങനെ അപ്പോൾ ഇനി ഒരു വർഷം ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല, നമുക്ക് വേറെ എന്തെങ്കിലും ചെറുത് ചെയ്താലോ എന്ന് പറഞ്ഞപ്പോൾ, ഇപ്പോൾ ചെറുതെന്ന് പറഞ്ഞാൽ തന്നെ ലിജോ നമുക്ക് ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് വേണം, അതൊക്കെ വേണ്ടേ, അല്ല നമുക്ക് എൻ്റെ ഒരു നല്ല കഥയുണ്ട്, നമുക്ക് കംപ്ലീറ്റ് പുതുമുഖങ്ങൾ വെച്ച് ചെയ്താലോ എന്നിങ്ങനെ. ഇത് കുറേ നാളായിട്ട് ചെമ്പൻ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരിക്കുന്നു, അതിൻ്റെ ഡിസ്കഷൻ നടക്കുന്നു, പല ആക്ടേഴ്സ് ഇതിനകത്ത് നേരത്തെ കമ്മിറ്റഡ് ആയിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായി നിൽക്കുന്ന ഒരു പ്രോജക്റ്റായിരുന്നു. ഞാനും ലിജോ കൊണ്ട് ഡിസ്കഷന് പോയ പ്രോജക്റ്റ് നടന്നിരുന്നുവെങ്കിൽ ഈ അങ്കമാലി ഡയറീസ് ചെമ്പൻ ഡയറക്റ്റ് ചെയ്യാനിരുന്ന പ്രോജക്റ്റാണ്. അത് നടക്കാഞ്ഞതുകൊണ്ട് ചെമ്പൻ പ്ലീസ് ലിജോ എന്ന് അത് ചെയ്യാൻ ഡിസ്കസ് ചെയ്യുന്ന സമയം അപ്പം ഞാൻ ലിജോ എന്നോട് പറഞ്ഞു, നമുക്ക് എത്ര ക്യാരക്ടേഴ്സ് വരും? ഞാൻ പറഞ്ഞു ഒരു 10-86 പേര് വരും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഇത് തന്നെയാണ് ഇതിൻ്റെ മാർക്കറ്റിങ്ങിനുള്ള ഒരു USP. എല്ലാ പ്രോഡക്റ്റിനും സെല്ല് ചെയ്യാനായിട്ടൊരു യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ ഉണ്ട്. അപ്പം ലിജോയുടെ പടം ഫ്രൈഡേ ഫിലിം ഹൗസ് നിർമ്മിക്കുന്നു, 86 പുതുമുഖങ്ങൾ, ഒരു മാർക്കറ്റിംഗ് എലമെൻറ്റ് എനിക്ക് മറ്റുള്ള ആർട്ടിസ്റ്റിനെ വെക്കുന്നതിൽ വെച്ച് കൂടെ എലമെൻറ്റ് അതിനകത്ത് ഉണ്ടെന്ന് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, എങ്ങനെയാണെങ്കിൽ ലിജോ ഒരു കാര്യം ചെയ്യാം, ഒരു ടെക്നിക്കൽ സൈഡ് കംപ്ലീറ്റ്ലി സ്ട്രോങ് ആക്കാം, ആൻഡ് ലെറ്റ്സ് നോട്ട് ലീവ് എനി സ്റ്റോൺസ് അൺടേൺഡ്. ഇത് വിജയിക്കുക തന്നെ വേണം. ഒരു രീതിയിലും ഒരു കുറവും നമ്മളിതിൽ വരുത്തുന്നില്ല. ഒരു സ്റ്റാർ പടം ചെയ്യുന്ന അതേ ക്വാളിറ്റിയിൽ അതേ രീതിയിൽ നമ്മൾ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ടങ്ങ് ചെയ്യണം. അപ്പം അതിനൊരു കോസ്റ്റ് ഇട്ടു കാര്യങ്ങൾ. അങ്ങനെ ഒരു സ്ട്രോങ് ടെക്നിക്കൽ ടീം, ലിജോ ഡയറക്ഷൻ, ചെമ്പൻ സ്ക്രിപ്റ്റ്, പിന്നെ ഗിരീഷ് ഗംഗാധരൻ, ഷമീർ, പ്രശാന്ത് പിള്ളൈ, അങ്ങനെ ഒരു സ്ട്രോങ് ടെക്നിക്കലി സൗണ്ടായിട്ടുള്ള ടെക്നീഷ്യൻസിനെ വെച്ച് നമ്മൾ പുതുമുകൾക്ക് ഒരു സിനിമ ചെയ്തു. അത് വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം ഞാൻ ഡെസ്റ്റിനിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. നിമിത്തം നമുക്ക് നമ്മുടെ ലൈഫിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സാധനം നേരത്തെ എഴുതപ്പെട്ടതാണ്. നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ദൈവം എന്നും നമ്മുടെ കൂടെ നിൽക്കും. അപ്പം ഐ ബിലീവ് ഇൻ ഗോഡ്. അപ്പം എനിക്ക്
100% ഉറപ്പായിരുന്നു. ഇതല്ലെങ്കിൽ വേറൊരു തരത്തിൽ വാട്ട് എവർ ഹാപ്പൻസ് നല്ലതേ നമുക്ക് വരൂ എന്നുള്ളതിൽ. ബിക്കോസ് ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് പേരെ സഹായിച്ചിട്ടേ ഉള്ളൂ, ഒരുപാട് പേരെ സഹായിച്ചു. അപ്പോൾ അതിനൊക്കെ ദർ ഇസ് സംതിങ് നോട്ടഡ് ഇൻ ദ ബുക്ക് ഓഫ് ഗോഡ്, ഇറ്റ് ഹാസ് ടു കം ബാക്ക്. അപ്പോൾ അത് എനിക്കെന്തോ ഒരു ആദ്യം തൊട്ടേ ഇതിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞതിൻ്റെ ഫസ്റ്റ് കോപ്പി കണ്ടപ്പോൾ തൊട്ട് എനിക്കൊരു ഫീലിംഗ് ഉണ്ട്, ഇത് വിജയിക്കും, ഇത് ഉറപ്പാണ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഉള്ളിൻ്റെ ഉള്ളിൽ, ഓവർ കോൺഫിഡൻസ് എന്നോ കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ ഒരുപാട് സിനിമയുടെ ഫസ്റ്റ് കോപ്പി കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ഫസ്റ്റ് കോപ്പി തന്നെ നമ്മൾ ത്രില്ലടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫൈനൽ ഔട്ട് വരുമ്പോൾ അത് 100% ജനങ്ങൾ ഇഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഞാനും ലിജോയും ചെമ്പനും ഈ സിനിമയിൽ 100% കോൺഫിഡൻ്റ് ആണ്. ഐ തിങ്ക് നോട്ട് ഓൺലി ദെം ബട്ട് അവർ ടെക്നിക്കൽ ടീം വിച്ച് ഇസ് ഗിരീഷും ഷമീറും ഉൾപ്പെടുന്ന ടെക്നിക്കൽ ടീം, ഞങ്ങളെല്ലാം അത്യാവശ്യം കോൺഫിഡൻസ് ആയിരുന്നെങ്കിലും നമ്മളിത് കാണിക്കുന്ന ഞങ്ങൾ ഒരു ടെസ്റ്റ് വ്യൂവർഷിപ്പ് എന്നുള്ള രീതിയിൽ പലരെയും കാണിച്ചിരുന്നു. അവിടെയൊക്കെ പലർക്കും പല അഭിപ്രായങ്ങൾ വന്നു. അതായത് അപ്പം ചിലപ്പം എൻ്റെ വൈഫ് കണ്ടപ്പോൾ ചില അഭിപ്രായങ്ങൾ വന്നു, അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റർ കണ്ടപ്പോൾ ഒരു അഭിപ്രായം വന്നു, ബ്രദർ ലിജോയുടെ. പക്ഷേ ഞങ്ങൾ ഇവരുടെ എല്ലാവരുടെയും ഏജ് ഗ്രൂപ്പും ഇവരുടെ കാറ്റഗറി, ഇവരുടെ മെയിൽ ഫീമെയിൽ അങ്ങനെ അസസ് ചെയ്ത് വരുമ്പോൾ എല്ലാവർക്കും ഈ സിനിമയിൽ എന്തൊക്കെയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്തൊക്കെയോ അഭിപ്രായം. പക്ഷേ നമ്മൾ കോമൺ ആയിട്ട് നോക്കുമ്പോൾ ചിലർക്ക് ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ടു, ചിലർക്ക് സെക്കൻഡ് ഹാഫ് ഇഷ്ടപ്പെട്ടു, ചിലർക്ക് ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ടു, ചിലർക്ക് തുടക്കം ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ എലമെൻ്റ് ഉണ്ട്, ഇവിടെ എലമെൻ്റ് ഉണ്ട്, ഇവിടെ എലമെൻ്റ് ഇവിടെ ഉണ്ട്. ദാറ്റ്സ് ഇനഫ്. ഓവറോൾ പാക്കേജ് ഡൺ ആണ്. ഐ വാസ് 100% കോൺഫിഡൻറ്റ്. ഞാൻ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാർക്കറ്റിങ്ങിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. നമ്മൾ സാധാരണ ഇങ്ങനൊരു പടം എടുത്തുകൊണ്ട് വരുമ്പോൾ നമ്മൾ ഒന്ന് അറച്ചു നിന്നിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഇറങ്ങട്ടെ, നോക്കാം. അവിടെ ഇതിന് അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കിയില്ല. ഫസ്റ്റിൽ തന്നെ ബാങ് ഓൺ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് പോകുന്നു. പടം ക്ലിക്കാവുന്നു. ഫസ്റ്റ് ഡേ തന്നെ അഭിപ്രായം വരുന്നു. മെക്സിക്കൻ അപാരത എന്ന അത്യാവശ്യം വലിയൊരു സിനിമ, എന്നാൽ വലിയ തന്നെ നല്ല ഹൈപ്പുള്ളൊരു സിനിമ, ടൊവിനോ, നീരജ്, പിന്നെ അതും നല്ല സിനിമയാണ്. ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ഈ രണ്ട് സിനിമയും ഞങ്ങൾ ഒരുമിച്ചങ്ങ് ആഘോഷിക്കുകയായിരുന്നു. ബിക്കോസ് ആ ടീമിലുള്ളവരും നമ്മുടെ സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങൾ അന്നും രാത്രി ഒരുമിച്ച് കാണുന്നു, എൻ്റെ തലേന്ന് ഒരുമിച്ച് കാണുന്നു. ഇതിൻ്റെ പ്രിവ്യൂ മെക്സിക്കൻ ഭാരത ടീമെന്ന് കാണുന്നത് മലയാള സിനിമയുടെ ഒരു ചേഞ്ചിങ് ടെൻഡൻസിയാണ് വരുന്നത്. അത് ചേഞ്ചിങ്, പണ്ടത്തെ ഒരു അൺഹെൽതി കോമ്പറ്റീഷനോ ഒന്നുമില്ല. എല്ലാം വിജയിക്കട്ടെ, നല്ല സിനിമകൾ വിജയിക്കട്ടെ എന്നുള്ള ഒരു കോൺസെപ്റ്റ്. ദാറ്റ് ഈസ് റിയലി എ ഹെൽതി സൈൻ. അതായത് എല്ലാവരും നല്ല സിനിമകൾ ചെയ്യുന്നവരെല്ലാം അത്യാവശ്യം വിജയിച്ച് പോട്ടെ എന്നുള്ളൊരു സൈൻ വരുന്നുണ്ട്.